ഹലോ ഗൈസ്, നമസ്കാരം. ഇന്നലെ നമ്മളെല്ലാവരും ഒരു വാർത്ത കേട്ടിരുന്നു. ബസ്സിൽ വെച്ച് മകളെ ഉപദ്രവിച്ച ഒരു സാമൂഹിക ദ്രോഹിയുടെ മൂക്കിന്റെ പാലം ഒരു അമ്മ ഇടിച്ചു തകർത്തു എന്നുള്ള വാർത്ത. ആ വാർത്ത കേട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷം തോന്നി. ഈ രീതിയിൽ വേണം ഇങ്ങനെയുള്ള സാമൂഹിക ദ്രോഹികളോടൊക്കെ പ്രതികരിക്കാൻ എന്നുള്ള രീതിയിലുള്ള കമന്റുകളായിരുന്നു ആ വീഡിയോയുടെ അടിയിൽ എല്ലാം വന്നത്. എല്ലാവരും ആ അമ്മയെ അഭിനന്ദിച്ചുകൊണ്ടാണ് കമന്റ് ഇട്ടത്. അത് മാത്രമല്ല, ആ അമ്മയ്ക്കെതിരെ കേസ് വരുമെന്ന് സാഹചര്യം ഉണ്ടായിരുന്ന സമയത്തൊക്കെ തന്നെ ആൾക്കാർ പറയുകയുണ്ടായി, ആ അമ്മ സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ടാണ് ചെയ്തത്, ആ അമ്മയ്ക്കെതിരെ കേസ് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല, അത് നീതിയല്ല എന്നുള്ള രീതിയിലാണ് എല്ലാ ആൾക്കാരും സംസാരിച്ചത്. ഇന്നലെ രാത്രി ഞാനൊരു വാർത്ത കേട്ടു, ആ അമ്മയ്ക്കെതിരെ കേസ് ഉണ്ടാവത്തില്ല. കാരണം അങ്ങനെ കേസ് എടുത്തു കഴിഞ്ഞ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു തെറ്റായ സന്ദേശമാണ്. കാരണം സ്വന്തം മകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്വന്തം ശരീരം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ അമ്മ എന്ത് ചെയ്തത്, പ്രതികരിച്ചത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ അമ്മ അയാളോട് ചോദിക്കാൻ പോയ സമയത്തും അയാൾക്ക് യാതൊരുവിധ കുറ്റബോധവും ഇല്ല. അയാൾ തിരിച്ചും എന്ത് ചെയ്യാൻ പോവാണ്, ഉപദ്രവിക്കാൻ പോവാണ് പിന്നെയും. അപ്പൊ കുറ്റബോധം ഇല്ലാതെ പിന്നെയും ഉപദ്രവിക്കാൻ ചെന്നപ്പോഴാണ് ആ അമ്മ എന്ത് ചെയ്തത്, അയാളുടെ മൂക്കിന്റെ പാലം ഇടിച്ചു തകർത്തത്. അതിന് യാതൊരു രീതിയിലുള്ള തെറ്റും പറയാൻ പറ്റത്തില്ല. മൂക്കിന്റെ പാലമായിരുന്നില്ല ഇടിച്ചു തകർക്കേണ്ടത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. വേറെ പലതും ഇടിച്ചു തകർക്കണമായിരുന്നു. ഇങ്ങനെയുള്ള ദ്രോഹികളോടൊക്കെ അങ്ങനെ പെരുമാറാവൂ. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്നു വന്നൊരു കാര്യമുണ്ട്, സെൽഫ് ഡിഫൻസ്, അതായത് നമ്മുടെ സ്വയം രക്ഷ. അങ്ങനെ നമ്മൾ സ്വയം രക്ഷിക്കാൻ വേണ്ടിയിട്ട് സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് മറ്റൊരാളെ ഉപദ്രവിക്കാനുള്ള അവകാശം നമ്മൾക്കുണ്ടോ? ഉണ്ട്. ഇന്ത്യയിൽ അങ്ങനെയുള്ള നിയമങ്ങളുണ്ട്. സെൽഫ് ഡിഫൻസ് ലോ എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് IPC സെക്ഷൻ 96 മുതൽ 106 വരെയുള്ള വകുപ്പുകളിലാണ് ഈ സെൽഫ് ഡിഫൻസ് ലോയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഇന്ത്യയിലെ പൗരന്മാർക്ക് സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് മറ്റൊരാളെ ഉപദ്രവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പം ഏതൊക്കെ സാഹചര്യത്തിലാണ്, ഏതൊക്കെ രീതിയിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് ഈ ഒരു IPC സെക്ഷൻ 96 മുതൽ 106 വരെയുള്ള ഈ ഒരു വകുപ്പുകളിൽ പറയുന്നുണ്ട്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും അല്ല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എന്നാലും നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പം ഈ സെക്ഷനുകളിലൊക്കെ പറഞ്ഞു വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഏതൊക്കെ സാഹചര്യത്തിൽ നമുക്ക് ഒരാളെ സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് ഉപദ്രവിക്കാം? ഇപ്പൊ പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ആത്മരക്ഷ. നമ്മുടെ ആത്മരക്ഷാർത്ഥം ഏതൊക്കെ രീതിയിലുള്ള സെൽഫ് ഡിഫൻസുകൾ നമുക്ക് ഉപയോഗിക്കാം? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരാൾ ഉപദ്രവിക്കാൻ വരുവാണ്. അപ്പൊ നമ്മളെ ഒരാൾ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു എന്ന് പറയുന്ന ആ നിമിഷം മുതൽ ആ വ്യക്തി നമ്മളെ ഇനി ഉപദ്രവിക്കില്ല എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യം വരുന്ന ആ ഒരു സമയം വരെ നമുക്ക് ഈ സെൽഫ് ഡിഫൻസ് അയാൾക്കെതിരെ എക്സേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മളെ ഉപദ്രവിക്കാൻ തുടങ്ങുന്ന ആ നിമിഷം മുതൽ നമ്മളെ ഇനി ഉപദ്രവിക്കില്ല എന്ന് ഉറപ്പു വരുന്ന സമയം വരെ നമുക്ക് സെൽഫ് ഡിഫൻസ് അയാൾക്ക് നേരെ പ്രയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഈ കാര്യത്തിൽ ചില ബൗണ്ടറീസ് ഉണ്ട്. എപ്പോഴൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല? ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടുകയാണ്, അയാൾ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സമയം കിട്ടുകയാണ്, ആ സമയത്തിനുള്ളിൽ നമുക്ക് നേരെ പോയി ഏതെങ്കിലും നിയമപാലകരുടെ സഹായം തേടാനുള്ള സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളെ ഉപദ്രവിക്കാൻ വേണ്ടി പറ്റത്തില്ല. നമുക്ക് രക്ഷപ്പെടാനുള്ള സമയവും സന്ദർഭവും ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് സെൽഫ് ഡിഫൻസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഒരു സമയവും ഇല്ല, പെട്ടെന്നുള്ള അറ്റാക്കാണ്. ആ സമയത്ത് നമ്മുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തിരിച്ചു എന്ത് ചെയ്യാൻ പറ്റും, അയാളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അയാൾ നമ്മളിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനോട് പ്രപ്പോർഷണൽ ആയിരിക്കണം. അത് ഈക്വൽ ആയിരിക്കണം. അയാൾ ഏത് രീതിയിലാണോ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് ആ അളവ് വരെ നമുക്ക് തിരിച്ചും ഉപദ്രവിക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് നമ്മളെ മാത്രമാണോ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഈ രീതിയിൽ? അല്ല. നമ്മുടെ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടും നമുക്ക് ഡിഫൻസ് ചെയ്യാം. നമ്മുടെ പ്രോപ്പർട്ടി ഒരാൾ ഉപദ്രവിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീടിന് തീ വെക്കാൻ വരുവാണ്, നമുക്കിപ്പോൾ ഏതെങ്കിലും വളർത്തുമൃഗങ്ങളുണ്ട്, ആ മൃഗങ്ങളെ ഉപദ്രവിക്കാൻ വരുവാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് സെൽഫ് ഡിഫൻസ് ഉപയോഗിക്കാം. ഇനി ആ സാഹചര്യത്തിൽ മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ, ഇപ്പൊ നമ്മുടെ ബ്ലഡ് റിലേഷനിലുള്ള ഒരാളെ ഉപദ്രവിക്കുവാണ്, ഫാമിലി മെമ്പേഴ്സിനെ, നമ്മുടെ ഫ്രണ്ട്സിനെ ഉപദ്രവിക്കുവാണ്. ആ സാഹചര്യത്തിലും ആ വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൽഫ് ഡിഫൻസ് എടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ബ്ലഡ് റിലേഷൻ ഉണ്ടാവണമെന്ന് പോലും ഇല്ല. നമ്മൾ വഴിയെ നടന്നു പോവുകയാണ്. ആ നടന്നു പോകുന്ന സമയത്ത് ഏതോ ഒരു വ്യക്തി ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയാണ്. ആ വ്യക്തി അയാളിപ്പോ കൊന്നുകളയും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഉപദ്രവിച്ച് ഈ മുറിവേറ്റ് കിടക്കുന്ന ആ വ്യക്തിയുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൽഫ് ഡിഫൻസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ വഴിയിൽ ആരെങ്കിലും ഉപദ്രവിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോയി ഇടപെടാൻ പറ്റും. അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അയാളെ ഡിഫൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെൽഫ് ഡിഫൻസ് ലോ ഉപയോഗിക്കാൻ വേണ്ടി ആ സാഹചര്യത്തിലും സാധിക്കും. അപ്പം നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെൽഫ് ഡിഫൻസ് ഉപയോഗിക്കാം. ആ സെൽഫ് ഡിഫൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? നമ്മുടെ ശരീരത്തിലേക്ക് ഏത് ഫോഴ്സ് ആണോ എക്സേർട്ട് ചെയ്യുന്നത് അതേ അളവിൽ നമുക്ക് തിരിച്ചടിക്കാൻ വേണ്ടി സാധിക്കും. ഏത് രീതിയിലാണോ ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നത് അതേ അളവിൽ നമുക്ക് തിരിച്ചടിക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു വ്യക്തിയെ ഈ രീതിയിൽ സെൽഫ് ഡിഫൻസ് ചെയ്യുവാണ്. ഇപ്പൊ എന്റെ നേരെ വരുന്ന ഒരാളെ ഞാൻ പിടിച്ചു തള്ളി. ഈ പിടിച്ചു തള്ളിയ സമയത്ത് ഈ തെള്ളിയ ആള് പോയി ഏതെങ്കിലും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ദേഹത്താണ് പോയി വീണത്. അപ്പൊ ആ വ്യക്തി എന്ത് ചെയ്യും? താഴെ വീണു, അയാളുടെ തലയിൽ മുറിഞ്ഞെന്ന് വെച്ചു. ആ സമയത്ത് നമുക്കെതിരെ കേസില്ല. കാരണം ഞാൻ സെൽഫ് ഡിഫൻസിൽ ചെയ്തൊരു ആക്ട് മൂലമാണ് അങ്ങനെ ഒരു സംഭവം നടന്നത്.
ഇനി കുറെയൊക്കെ സാഹചര്യങ്ങൾ ഞാൻ പറയാം. അതായത് സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു വ്യക്തിയെ കൊല്ലാൻ വേണ്ടി സാധിക്കുമോ? ഈ കൊല്ലാൻ വേണ്ടി സാധിക്കും. അതായത് കൊല്ലുന്നത്, ഇപ്പൊ നമ്മൾ സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിയുടെ മരണത്തിന് കാരണമായെന്നുണ്ടെങ്കിൽ നമ്മളെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഏതൊക്കെ സാഹചര്യത്തിലാണ്? റേപ്പ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് റേപ്പ് എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. ഒരു പെൺകുട്ടിയെ ഒരു വ്യക്തി ക്രൂരമായിട്ട് റേപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്, റേപ്പ് ചെയ്യുവാണ്, അവളെ ഉപദ്രവിച്ചു, അവളുടെ ജീവൻ അയാൾ ആപത്താണ് എന്നുള്ള സാഹചര്യത്തിൽ ആ പെൺകുട്ടിക്ക് സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് ആ വ്യക്തിയെ കൊല്ലാൻ വേണ്ടി സാധിക്കും. അപ്പം ആ പെൺകുട്ടിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ ഒരുപാട് കാര്യമുണ്ട്. ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട്, ആ പെൺകുട്ടിയെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചു, ആ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടാൻ വരെ കാരണമാകുന്നുണ്ട്. മാത്രമല്ല ആ സാഹചര്യത്തിലും ആ പെൺകുട്ടിക്ക് രക്ഷപ്പെടാൻ യാതൊരു രീതിയിലുള്ള സാഹചര്യവും ഉണ്ടാവരുത്. ഇപ്പം എനിക്ക് അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ എനിക്ക് അയാളിൽ നിന്ന് രക്ഷപ്പെടണം, അല്ലാതെ ഞാൻ സെൽഫ് ഡിഫൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കരുത്. പക്ഷേ രക്ഷപ്പെടാൻ ഒരു സാഹചര്യവും ഇല്ല, അയാൾ എന്നെ കൊല്ലും എന്നുള്ള ഉറപ്പ് വരുന്ന സമയത്ത് അയാൾ എന്നെ റേപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അയാളെ സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് കൊല്ലാൻ വേണ്ടി പറ്റും. ഇനി ഏതെങ്കിലും ഒരു സീരിയൽ കില്ലർ, ഒരു ക്രൂരമായിട്ടുള്ള കൊലപാതകി അവരെന്നെ കിഡ്നാപ്പ് ചെയ്യുവാണ്, എന്നെ ഉപദ്രവിക്കുകയാണ്, ആ സാഹചര്യത്തിലും എന്ത് ചെയ്യാൻ പറ്റും? അതിപ്പോ പെണ്ണാണെങ്കിലും ആണാണെങ്കിലും സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അയാളെ നമുക്ക് കൊല്ലാൻ വേണ്ടി സാധിക്കും. ആ സമയത്ത് നമ്മുടെ ആക്ട് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് ഒരാളെ കൊന്നു എന്ന് വിചാരിക്കുക. കൊന്നതിന് ശേഷം നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടാകണം, പൂർണ്ണമായിട്ട് നമ്മുടെ ഭാഗത്തെ പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ നിയമപരമായിട്ട് എന്ത് ചെയ്യും? വെറുതെ വിടും. ഇപ്പൊ റേപ്പിന്റെ ഭാഗമായിട്ട് ഒരു പെൺകുട്ടി ഒരുത്തനെ കൊന്നു കഴിഞ്ഞാൽ അവളെ പിടിച്ചുകൊണ്ട് പോകാൻ പോലുമുള്ള അവകാശം ആർക്കില്ല? പോലീസുകാർക്കില്ല. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ജീവന് പൂർണ്ണമായിട്ടും അപകടമാണ്, നമ്മുടെ ശരീരത്തിൽ ക്രൂരമായിട്ടുള്ള മുറിവുകൾ ആ വ്യക്തി ഉപദ്രവിക്കുക, അല്ലെങ്കിൽ നമ്മളെ ക്രൂരമായിട്ട് ആ വ്യക്തി ഉപദ്രവിക്കുകയാണ്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഒരു സാഹചര്യവും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് ആ വ്യക്തിയെ കൊലപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഇനി അത് മാത്രമല്ല, കിഡ്നാപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ, നമ്മളെ എവിടെയെങ്കിലും അടച്ചിടുന്ന സാഹചര്യത്തിൽ, പിന്നെ രാത്രി കാലങ്ങളിൽ അതിക്രമിച്ച് കള്ളന്മാര് നമ്മുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് വരുന്ന സാഹചര്യത്തിൽ, ഈ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് ചിലപ്പം അയാളെ കൊല്ലേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ കണ്ടോളൂ. പിന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ചും പല പല കേസുകൾക്കനുസരിച്ചും ഈ പ്രൊവിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വരാറുണ്ട്. ചില കേസുകളിൽ ചില കാര്യങ്ങൾ ജസ്റ്റിഫൈ ചെയ്യും, ചില കേസുകളിൽ ജസ്റ്റിഫൈ ചെയ്യത്തില്ല. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ആ ഒരു ലോയറിന്റെ, ഞാൻ പറഞ്ഞല്ലോ, വക്കീലന്മാരുടെ കഴിവിനനുസരിച്ചിരിക്കും ഒരു കേസ് ജയിക്കുന്നതും തോക്കുന്നതും ഒക്കെ. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞും ഒക്കെ വരും. പക്ഷെ എന്നിരുന്നാലും നമുക്ക് പല സാഹചര്യങ്ങളിലും നമ്മളെ ഡിഫൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നിയമപാലകരുടെ കേസുണ്ട്. ഇപ്പം നമ്മളെ ഇപ്പോൾ ഏതെങ്കിലും കുറച്ച് പോലീസുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോവാണ്, ആ സമയത്ത് നമുക്ക് സെൽഫ് ഡിഫൻസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ആ സമയത്ത് നമ്മളെ നോർമൽ ആയിട്ട് നമ്മളെ പിടിച്ചുകൊണ്ട് പോവാണ്, പക്ഷെ നമ്മൾ ഇന്നസെന്റ് ആണെങ്കിൽ പോലും നമുക്ക് സെൽഫ് ഡിഫൻസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷെ വേറൊരു സാഹചര്യമുണ്ട്. അത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോലീസുകാർ നമ്മൾ ഇന്നസെന്റ് ആണ്, പക്ഷെ എന്നിരുന്നാൽ പോലും ഈ പോലീസുകാർ നമ്മളെ ഉപദ്രവിക്കുകയാണ്, നമ്മളെ അടിച്ചു കൊല്ലുവാണ്, നമ്മളെ വന്ന് പിടിച്ച് നമ്മുടെ വീട്ടിൽ കയറി നമ്മളെ തല്ലി കൊല്ലാൻ വേണ്ടി പോവാണ് ഈ പോലീസുകാർ. അങ്ങനെ നമ്മുടെ ജീവന് ഈ പോലീസുകാർ ഹാനികരമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് ഡിഫൻസ് ഉപയോഗിക്കാം. അതായത് നമ്മുടെ ഈ നിയമപാലകരായിട്ടുള്ള ആളുകൾ നമ്മുടെ ജീവനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും അല്ലെങ്കിൽ പ്രശ്നം വരുത്തും എന്നുള്ള സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നിയമപാലകർക്കെതിരെ സെൽഫ് ഡിഫൻസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അല്ലാത്ത സാഹചര്യത്തിൽ, അതായത് ഈ നിയമപാലകർക്കും ചില പ്രൊവിഷൻസ് ഉണ്ടല്ലോ, ഈ രീതികളിലൊക്കെ വേണം ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ. അപ്പൊ ആ രീതികൾക്ക് അപ്പുറത്ത് ഈ നിയമപാലകരെ ആക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സിറ്റിസൺ എന്നുള്ള രീതിക്ക് നമുക്ക് നിയമപാലകരെ തിരിച്ചു ഉപദ്രവിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ആ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം, ആ നിയമപാലകർ നമ്മളെ ഉപദ്രവിച്ചു, നമ്മുടെ ജീവന് ഹാനികരമായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിയമപാലകർക്കെതിരെ സെൽഫ് ഡിഫൻസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് നിയമപാലകർക്കെതിരെ സെൽഫ് ഡിഫൻസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം നമ്മുടെ ജീവനും സ്വത്തിനും ഒരു വ്യക്തി ആപത്താണ്, നമ്മുടെ ജീവൻ ആ വ്യക്തിയുടെ കൈകൊണ്ട് നഷ്ടപ്പെടും എന്നുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സെൽഫ് ഡിഫൻസ് ഉപയോഗിക്കാം. സെൽഫ് ഡിഫൻസ് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, സ്ട്രേഞ്ചർ ആയിട്ടുള്ള വ്യക്തിക്ക് വേണ്ടിയിട്ടും സ്ട്രേഞ്ചർ ആയിട്ടുള്ള വ്യക്തിയുടെ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടും ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ, ഒരു സിറ്റിസൺ എന്നുള്ള രീതിയിൽ നമുക്ക് സെൽഫ് ഡിഫൻസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതിനുള്ള അവകാശം നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും വലിയ ധാരണയില്ല. ഒരുപാട് നിയമങ്ങളുണ്ട്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മളെ സംരക്ഷിച്ചു കൊണ്ടുപോകാനും നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങളുണ്ട്. പക്ഷെ പല നിയമങ്ങളും നമുക്ക് അറിയത്തില്ല. ഇപ്പൊ വഴിയിൽ വെച്ച് ഒരു വ്യക്തിയെ ഒരാൾ തല്ലിക്കൊല്ലുവാണെങ്കിൽ നമ്മൾ നോക്കി നിൽക്കുവാണ്, പക്ഷെ അവിടെ നമുക്ക് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അയാളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അയാളെ ഡിഫെൻഡ് ചെയ്യുന്ന ഭാഗമായിട്ട് ചിലപ്പോൾ നമ്മൾ മറ്റേ ആ വ്യക്തിക്ക് ഇഞ്ചുറി വരുത്തിയാൽ പോലും നമുക്കെതിരെ കേസ് എടുക്കാനുള്ള ഒരു ഇതില്ല, നിയമമില്ല. കാരണം നമ്മൾ എന്ത് ചെയ്തതാണ്, ആ വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫെൻഡ് ചെയ്തത്. അപ്പം ഒരു വ്യക്തിയെ വേറൊരു വ്യക്തി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ
ഇങ്ങനെ നോക്കി നിൽക്കുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ അമ്മയുടെ സാഹചര്യത്തിൽ തന്നെ ഇപ്പൊ ഈ ഒരു അമ്മ അയാളുടെ മൂക്കിടിച്ച് തകർത്തു. ആ സാഹചര്യത്തിൽ തന്നെ ഒരു വ്യക്തിയും ഇടപെടുന്നില്ല. ആ പെൺകുട്ടിയുടെ തൊടയിൽ ഈ വ്യക്തി പിടിച്ചു എന്ന് അറിഞ്ഞിട്ട് പോലും വേറെ ആരും തന്നെ ഇതിനകത്ത് പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. അപ്പൊ അങ്ങനെയല്ല, നമുക്ക് പല നിയമങ്ങളും ഉണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൊക്കെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ധൈര്യത്തോടു കൂടി പ്രതികരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇത് ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവിഷൻസ് ഒക്കെ മാറിയും മറിഞ്ഞും വരും. ഓരോ കേസുകളുടെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഈ നിയമങ്ങളൊക്കെ വളച്ചൊടിക്കപ്പെടാനുമുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹോണസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ യഥാർത്ഥത്തിലുള്ള കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ.